പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ USB-ക്ക് ഗെയിൻ കൂട്ടാനായിട്ട് നമ്മൾ ഗെയിൻ കൺട്രോൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഗെയിൻ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബാസ് ട്രബിളിന് മാച്ച് ആകാറില്ല. ഓവറായിട്ട് ഇമ്പിഡൻസ് മാച്ച് ആകാതെ ഗെയിൻ ഒരുമാതിരി ജെർക്ക് ചെയ്യുന്നത് പോലെ കേൾക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ഇതിനിടയ്ക്ക് ഒരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് ഉപയോഗിക്കും. അപ്പോഴെന്ത് ചെയ്യും, നമ്മുടെ ബാസ് ട്രബിളിൻ്റെ ഇൻപുട്ടിന് ഇമ്പിഡൻസ് കറക്റ്റായിട്ട് മാച്ച് ആവും. ബാസ് ട്രബിളിൽ രണ്ട് സെക്ഷനും BT സെക്ഷനും ഗെയിൻ സെക്ഷനും എന്ന് പറയുന്നത് ഇൻവെർട്ടറാണ്. എന്നാലും നമ്മൾ ഗെയിന് വേണ്ടി ഉപയോഗിക്കുന്നത് നോൺ ഇൻവെർട്ടറാണ് ഉപയോഗിക്കാറ്. പക്ഷേ വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുമ്പോൾ ഇൻവെർട്ടറും അല്ല നോൺ ഇൻവെർട്ടറും അല്ല. ആദ്യം നമ്മൾ ഗെയിൻ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യണം. അതിനുശേഷം മാക്സിമം ഒരു 15K കുറച്ച് വയ്ക്കണം. ഇതിൻ്റെ നോൺ ഇൻവെർട്ടർ സെക്ഷനിൽ ഇൻപുട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഇൻവെർട്ടറിൽ നമ്മൾ ഗെയിൻ കുറച്ചതിന് ശേഷം നമുക്ക് നഷ്ടമാകുന്ന ഹൈ ഫ്രീക്വൻസിയാണ് ഈ കപ്പാസിറ്റർ എടുത്ത് ജമ്പ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഔട്ട് നമ്മുടെ വോൾട്ടേജ് ഫോളോവറിലോട്ട് കണക്ട് ചെയ്യണം. കണ്ടോ, വോൾട്ടേജ് ഫോളോവറിൻ്റെ ഔട്ടാണ് ബാസ് ട്രബിളിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. TLO84 ആണ്, മറ്റേ രണ്ടും TLO82 ആണ്. കണക്ട് ചെയ്തിരിക്കുന്നത് TDA7265 ബ്രിഡ്ജിലാണ്. അപ്പോൾ ഈ സർക്യൂട്ട് നല്ല സക്സസ് ആയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. വേറെ ഹമ്മിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ വർക്കിംഗ് ആണ്, ചിലപ്പോൾ മനസ്സിലാവുമല്ലോ. USB-യും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി കമൻറ്റ് ചോദിച്ചാൽ അത് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം.